സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഓപ്പൺ ഓഫീസ് റൈറ്ററിലെ കോളം ക്രമീകരണം ആണ് നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കോളമായി ക്രമീകരിച്ച് മാറ്റർ ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം ഓപ്പൺ ഓഫീസ് റൈറ്റർ തുറക്കുന്നു. ആപ്ലിക്കേഷൻ, ഓപ്പൺ ഓഫീസ് റൈറ്റർ. നമുക്കറിയാം ഇതിനൊരു മാർജിൻ ക്രമീകരിക്കാം, എത്ര മാർജിൻ ക്രമീകരിക്കാം എന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ഒരു പേജിൽ നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്കാണ് മാറ്റർ ടൈപ്പ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് മാറ്റർ ടൈപ്പ് ചെയ്യപ്പെടുന്നത്, സാധാരണ നമ്മൾ പേപ്പറിൽ എഴുതുന്ന പോലെ. എന്നാൽ ഇതല്ലാതെ ഈ പേജിൽ കോളങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് 2, 3, 4 കോളങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് മാറ്ററുകളെ നമുക്ക് ഉൾപ്പെടുത്താം. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കോളം ക്രമീകരണം നടത്താനായിട്ട് ആദ്യം നമ്മൾ ഫോർമാറ്റ് മെനുവിൽ പോയി കോളം സെലക്ട് ചെയ്യണം. ഫോർമാറ്റ് കോളം, ഒരു വിൻഡോ വരുന്നു. ആ വിൻഡോയിൽ സെറ്റിങ്സ് എന്ന ഭാഗത്ത് നമ്പർ ഓഫ് കോളം, എത്ര കോളമാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ ക്രമീകരിക്കാം. അതിനനുസരിച്ച് ഇവിടെ പ്രിവ്യൂവിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാം. 2 കോളം, 3 കോളം, 4 കോളം, ഇങ്ങനെ നമുക്ക് ക്രമീകരിക്കാം. ഡിഫോൾട്ടായിട്ട് ചില ക്രമീകരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. 1 കോളം, 2 കോളം, 3 കോളം. ഇവിടെ 2 കോളം തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് വ്യത്യാസമുണ്ട്. തൽക്കാലം നമുക്ക് 2 കോളം സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ 2 കോളം സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ അടിക്കുന്നു. ഇനി നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്ത് നോക്കാം. ഉണ്ടോ, മാറ്റർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പേജിൻ്റെ പകുതി വരെ പോകുന്നുള്ളൂ, കാരണം ഒരു കോളത്തിൽ മാറ്റർ ടൈപ്പ് ചെയ്യപ്പെടുകയാണ്. ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഈ പേജിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മളിപ്പോൾ എൻ്റർ അടിച്ചിട്ട് തൽക്കാലം ഞാൻ പേജിൻ്റെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോകണം, പേജിൻ്റെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോകണം. പിന്നെ പേജിൻ്റെ താഴ്ഭാഗം ഏകദേശം എത്തി. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഈ പേജ് കഴിയുമ്പോൾ ഉണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത കോളത്തിലേക്ക്, രണ്ടാമത്തെ കോളത്തിലേക്ക് മാറ്റർ മാറ്റപ്പെടും. ഇത് 2 കോളാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, 3 കോളം ക്രമീകരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇനി എങ്ങനെയാണ് 3 കോളം ക്രമീകരണം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ 2 കോളത്തിൽ ക്രമീകരിച്ച മാറ്റർ എല്ലാം മാറ്റി 3 കോളത്തിലേക്ക് പോവുകയാണ്. ഫോർമാറ്റ് കോളം, 3 കോളം സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഈ പേജിനെ 3 കോളമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്ത് നോക്കാം. ഉണ്ടോ, മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്രയേ വരുന്നുള്ളൂ. ഇനി താഴത്ത് ഈ പേജിൻ്റെ അവസാനം വരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2ാമത്തെ കോളത്തിലേക്ക് കിടക്കും, അതും കഴിഞ്ഞ് 3ാമത്തെ കോളത്തിലേക്ക് കിടക്കും. ഇങ്ങനെ ഒരു പേജിനെ വിവിധ കോളങ്ങളായി ക്രമീകരിച്ചുകൊണ്ട് മാറ്റർ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കോളം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 2 കോളാണെങ്കിലും 3 കോളാണെങ്കിലും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് എത്രയാണെന്ന് തീരുമാനിച്ചതും ഒരു കോളം കഴിഞ്ഞാൽ അടുത്ത കോളത്തിൻ്റെ ഇടയിലുള്ള സ്പേസിങ് എത്രയാണെന്ന് തീരുമാനിച്ചതും ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെയാണ്. നമുക്ക് ആ വിൻഡോ ഒന്നുകൂടെ എടുത്തു നോക്കാം. ഫോർമാറ്റ് കോളം എന്നുള്ള വിൻഡോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാം വിഡ്ത്ത് ആൻഡ് സ്പേസിങ് എന്നുള്ളിടത്ത് വിഡ്ത്ത് ഇവിടെ കാണാം. അതായത് നമ്മളിവിടെ 3 കോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ സ്പേസിങ് എന്നുള്ളിടത്ത് ഒരു കോളം കഴിഞ്ഞാൽ അടുത്ത കോളത്തിൻ്റെ ഇടയിൽ എത്ര സ്ഥലമുണ്ടെന്നുള്ളതും ഇവിടെ കാണാനായിട്ട് കഴിയും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫോൾട്ടായിട്ട് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്തതാണ്. എന്നാൽ അതേസമയം നമ്മൾ
ഉൾപ്പെടുത്തുന്ന കോളങ്ങളുടെ വിഡ്ത്ത് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയും, മാനുവലായിട്ട് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ വിഡ്ത്ത് ആൻഡ് സ്പേസിംഗ് എന്നുള്ളതിൻ്റെ താഴെയായിട്ടൊരു ഓട്ടോ വിഡ്ത്ത് കാണാൻ കഴിയും. അത് ടിക്ക് മാർക്കിലാണ്, സെലക്റ്റഡ് ആണ്. അതിനെ അൺടിക്ക് ചെയ്യാണ്. കണ്ടല്ലേ, ഇപ്പോൾ എന്തായി? ഇവിടെ നമ്മൾ എത്ര കോളാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിഡ്ത്ത് നമുക്ക് തന്നെ തീരുമാനിക്കാം. നോക്കൂ, ഇപ്പോൾ 3 കോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 5.33 സെൻറ്റിമീറ്ററാണ് ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത്. നമുക്കത് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഈ പ്രിവ്യൂവിലുള്ള മാറ്റം നോക്കാം. ഒന്നാമത്തെ കോളത്തിൻ്റെ വിഡ്ത്ത് ഞാൻ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അവിടെ പ്രിവ്യൂവിൽ കാണാം, കണ്ടില്ലേ, ആ വിഡ്ത്ത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിന് 7 സെൻറ്റിമീറ്റർ വിഡ്ത്തായി, രണ്ടാമത്തെ കോളത്തിന് 3.66 സെൻറ്റിമീറ്റർ, മൂന്നാമത്തെ കോളത്തിന് 5.34 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഈ സ്പേസിങ് നമുക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കും. അതായത് ഒരു കോളം കഴിഞ്ഞ് അടുത്ത കോളത്തിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് സ്പേസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. മറ്റൊരു കാര്യം, ഇവിടെ താഴെയായിട്ട് ലൈൻ അതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കോളത്തിൻ്റെ വിഡ്ത്ത് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്ടോ വിഡ്ത്ത് എന്നുള്ളത് ഇവിടെ സെലക്ഷനാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഓരോ കോളത്തിൻ്റെയും വിഡ്ത്ത് ഈക്വലായിട്ട് സിസ്റ്റം തന്നെ വിഭജിച്ച് തരും. ഇനി അതിന് താഴെ ഇവിടെ സെപ്പറേറ്റർ ലൈൻ എന്ന് കാണാം. ഇവിടെ നൺ എന്നാണ് കാണുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഓക്കെ അടിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്ത് കാണാൻ കഴിയും? കണ്ടോ, 3 ഓരോ കോളത്തിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ലൈനും പ്രത്യക്ഷപ്പെടും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഫോർമാറ്റ് കോളത്തിൽ പോയിട്ട് ഈ ലൈൻ സെപ്പറേറ്റർ എന്നുള്ളത് നൺ എന്നാക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഓക്കെ അടിച്ചു നോക്കൂ. ഇപ്പോൾ ഓരോ കോളത്തിനെയും സെപ്പറേറ്റ് ചെയ്യാനുള്ള ലൈൻ അവിടെ കാണില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഫോർമാറ്റ് കോളത്തിൽ പോയിട്ട് സെപ്പറേറ്റർ ലൈൻ എന്നുള്ളിടത്ത് നൺ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. നൺ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ലൈനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കളറൊക്കെ ആ ലൈനിൻ്റെ കളറൊക്കെ നമുക്കിവിടെ മാറ്റി കൊടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ കോളങ്ങളെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ലൈനും പ്രത്യക്ഷപ്പെടും. ഓക്കെ.